എല്ലാവർക്കും മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സപ്ലിമെൻ്ററിയുടെ തന്നെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ ദ മിഡ് നൈറ്റ് വിസിറ്ററാണ് ചെയ്യുന്നത് ബൈ റോബർട്ട് ആർതറിൻ്റെ മിഡ് നൈറ്റ് വിസിറ്റർ എന്ന് പറയുന്ന കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സപ്ലിമെൻ്ററി റീഡറിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ എപ്പോഴും പറയണ്ടല്ലോ എല്ലാവരും കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്നറിയാം. അപ്പം ഞാൻ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സിനെ, ഇതിനകത്തുള്ള റോളുകൾ ആരൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇത് ആദ്യമേ പറയാം, ഇത് നല്ലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. അപ്പോൾ ഒരിത്തിരി സസ്പീഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഡിറ്റക്റ്റീവുകളുടെ നല്ല സ്റ്റൈലിഷ് കഥയാണ് ദ മിഡ് നൈറ്റ് വിസിറ്റർ എന്നുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തെ ക്യാരക്ടർ ഫസ്റ്റ് വൺ ഓസബിൾ എന്നുള്ള ആളാണ്. ഹീസ് എ സീക്രട്ട് ഏജൻറ്റ് ഹു ഡസ് നോട്ട് ലുക്ക് ലൈക്ക് വൺ അറ്റ് ആൾ ബട്ട് ഷോസ് ഗ്രേറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ടു ഔട്ട് വിറ്റ് അനദർ സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഓസബിൾ എന്ന് പറയുന്ന ആൾ കണ്ടാൽ ഒരു ലുക്കും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. പക്ഷേ അയാൾ ഡിറ്റക്റ്റീവാണ്. ബട്ട് എന്താണ് സ്പെഷ്യാലിറ്റി? ഭയങ്കര ഗ്രേറ്റ് പ്രസൻസ് ഓഫ് മൈൻഡുള്ള ഒരു ഡിറ്റക്റ്റീവാണ് ഓസബിൾ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റിലെ ആൾ. അപ്പം രണ്ടാമത്തേത് ഫൗളർ എന്ന് പറയാം. ഹീസ് എ യങ് ആൻഡ് റൊമാൻറ്റിക് റൈറ്റർ ഹു ഈസ് എ ലുക്കിംഗ് ഫോർ സം എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ കമ്പനി ഓഫ് എ സീക്രട്ട് ഏജൻറ്റ് ലൈക്ക് ഓസബിളിൻ്റെ കമ്പനിയാണ് ആര്? ഫൗളർ എന്ന് പറയുന്ന ഇയാൾ. പക്ഷേ യങ് റൊമാൻറ്റിക് ആയിട്ടുള്ള, കാണാൻ നല്ല ചാമിങ് ആയിട്ടുള്ള സുന്ദരനായ ഒരു മനുഷ്യനാണ് നമ്മുടെ ഫൗളർ. ഇനി അടുത്തത് മാക്സ് എന്ന് പറയാം. ഹീസ് എ റൈവൽ സീക്രട്ട് ഏജൻറ്റ് ഹു ഈസ് ഫൂൾഡ് ബൈ ഓസബിൾ ആൻഡ് ഫോൾസ് ടു ഹിസ് ഡെത്ത്. അപ്പം മാക്സ് എന്ന് പറയുന്ന ആളാണ് ഇതിനകത്തെ വില്ലൻ. അപ്പം ഇദ്ദേഹം എന്താണ്, ഓസബിളിനെ എപ്പോഴും കൊല്ലാനായിട്ട് നടക്കുന്ന ഒരാളാണ്. അയാളെ കുഴിയിൽ ചാടിക്കാൻ നടന്ന് സ്വന്തമായിട്ട് ലാസ്റ്റിൽ കുഴിയിൽ വീണുപോയ ഒരാളാണ് ഇതിനകത്ത് മാക്സ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് ഏജൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 3 കഥാപാത്രങ്ങളാണ്, ഓസബിളും ഫൗളറും മാക്സും. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്ത് ഒരു ചാപ്റ്റർ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് 2 സ്മാർട്ട് സീക്രട്ട് ഏജൻറ്റ്സ് ഹു ട്രൈ ടു ഔട്ട് സ്മാർട്ട് ഈച്ച് അതർ. ഇതിനകത്ത് 2 സ്മാർട്ടായിട്ടുള്ള ഡിറ്റക്റ്റീവ് ആൾക്കാരാണ്, ഏജൻറ്റ്സാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോമ്പറ്റീറ്ററാണ്. ഓസബിൾ എ സീക്രട്ട് ഏജൻറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ് ടു റിസീവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് അബൌട്ട് സം ന്യൂ മിസൈൽസ്. പിന്നെ അടുത്തത് അനദർ സീക്രട്ട് ഏജൻറ്റ് മാക്സ് ആൾസോ വോണ്ട്സ് ടു ഗെറ്റ് ദ റിപ്പോർട്ട് ആൻഡ് സോ threatens Orzabal. However, Orzabal traps him with his convincing stories and eliminates Max using his presence of minds. അപ്പോൾ എന്താ, മാക്സിൻ്റെയും ഓസബിളിൻ്റെ, മാക്സ് എന്ന് പറയുന്ന ആളിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് എപ്പോഴും ഓസബിളിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് മാക്സിനെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. അവരുടെ 3 പേരുടെ 2 സ്മാർട്ട് സീക്രട്ട് ഏജൻസുകളുടെയും ഒരു മാക്സും ഏജൻ്റാണ്. ബട്ട് എന്താണ്, ഓസബിളിനെ എപ്പോഴും ട്രാപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി പറയാം. ഫൗളർ മീറ്റ്സ് ഓസബിൾ എ സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ആദ്യമേ ഫൗളർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഓസബിളിനെ മീറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഫസ്റ്റ് 2-3 സ്റ്റാൻസയിൽ കൊടുത്തിരിക്കുന്നത്. ഫൗളർ എ യങ് റൊമാൻറ്റിക് റൈറ്റർ ഹാഡ് കം ടു മീറ്റ് സീക്രട്ട് ഏജൻറ്റ് ഓസബിൾ ഇൻ എ ഫ്രഞ്ച് ഹോട്ടൽ. ഓസബിൾ വാസ് എ സീക്രട്ട് ഏജൻറ്റ് ബട്ട് ഹി ഹാഡ് നോട്ട് ലുക്ക് ലൈക്ക് വോൺ ഇറ്റ് ആൾ. അപ്പം റൈറ്ററായ ഫൗളർ ഒരു ഫ്രഞ്ച് ഹോട്ടലിൽ വെച്ച് ഓസബിളിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുകയാണ്. അപ്പം ഫൗളർ ഒരു സ്മാർട്ട് യങ് ജെൻറ്റിൽമാനാണ്. ബട്ട് ഓസബിൾ എന്ന് പറയുന്ന ആൾക്ക് എന്താണ്, ലുക്കൊന്നുമില്ല. ഹി വാസ് ഫാറ്റ് ആൻഡ് സ്പോക്ക് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ വിത്ത് അമേരിക്കൻ ആക്സെൻറ്റ്. ഫ്രഞ്ചും ജർമ്മനും അമേരിക്കൻ ആക്സെൻറ്റിൽ സംസാരിക്കുന്ന ഒരാളാണ് ഓസബിൾ. Fowler was disappointed to see Orzabal. He could not find any characters of a secret agent in Orzabal as he had read. ഓസബിൾ അപ്പോൾ ഒരു ഫേമസ് ആളാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അയാളെപ്പറ്റി ഫൗളർ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആ വായിച്ച് കണ്ട കഥയിലെ കേട്ടതിലെ യാതൊരു
സാമ്യവും ഇല്ലാത്ത, പൊക്കം കുറഞ്ഞ, എന്തോ യാതൊരു ലുക്കും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഓസബിൾ എന്നാണ് ആര് പറയുന്നത്? ഫോളർ പറയുന്നത്. ഫോളർ ഹാഡ് ഇമാജിനേറ്റഡ് ഓസബിൾ ഈസ് എ മിസ്റ്റീരിയസ് ഫിഗർ വിത്ത് എ ക്രാക്ക് ഓഫ് പിസ്റ്റോൺസ് ആൻഡ് ഡ്രഗ് ഇൻ വൈൻ. അപ്പോൾ എന്താണ് ഫോളർ ഓസബിളിനെ പറ്റി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഫിഗറുള്ള ഒരാൾ, ക്രാക്ക് ഓഫ് ഒരു പിസ്റ്റളൊക്കെ ഇങ്ങനെ പിടിച്ച് കയ്യിൽ ഡ്രഗൊക്കെ അടിച്ച് വൈനും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളിനെയാണ് ഓസബിൾ സ്വപ്നം കണ്ടത്. ഇൻസ്റ്റഡ് ഹി മെറ്റ് എ ഡൾ ഫാറ്റ് മാൻ. എന്താണ്? തടി കൂടി ഡള്ളായിട്ടുള്ള അൺറൊമാൻറ്റിക് ലൊക്കേഷൻ. എന്ത്? യാതൊരു സ്നേഹവും സഹകരണവും ഇല്ലാത്ത. ഓസബിൾ ഗസ്റ്റ് ഫ്ലോസ് ഡിസപ്പോയിൻറ്റ്. ഓസബിളിനെ കണ്ടപ്പോഴത്തേന് ഫ്ലോസിന് ഡിസപ്പോയിൻ്റായി. ഓസബിൾ ടോൾഡ് ഫോളർ ദാറ്റ് സൂൺ ഹി കുഡ് റിസീവ് വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ദാറ്റ് കുഡ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പം ഓസബിൾ എന്തിനാണ് വന്നത്? ഫോളറിനോട് പറഞ്ഞു, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്ത്? ഹിസ്റ്ററി തന്നെ, ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സീക്രട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴേക്കും ഫോളറിന് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തത് കാരണം ഉള്ള ഇൻട്രസ്റ്റൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അപ്പോൾ രണ്ടുപേരെ പരിചയപ്പെടുത്തി. അനദർ സീക്രട്ട് ഏജൻറ്റ് മാക്സിനെ പറ്റി ഞാനിനിയും പറയാം. വെൻ ബോത്ത് ഓസബിൾ ആൻഡ് ഫോളർ എൻറ്റേർഡ് ഓസബിൾസ് ഹോട്ടൽ റൂം ആൻഡ് സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ്, ദേ സാ എ മാൻ പോയിൻറ്റിങ് എ സ്മോൾ ഓട്ടോമാറ്റിക് പിസ്റ്റൾ ടുവേഴ്സ് ഹിം. അപ്പം ഇവരെന്താണ് കാണുന്നത്? അവരുടെ റൂമിലേക്ക് വന്ന് സ്വിച്ച് ഓൺ ആക്കിയപ്പോഴത്തേന് ഇവരൊരു വലിയ സീക്രട്ട് ഏജൻസിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അപ്പം ഓസബിളും ഫ്ലോറും ഓസബിളിൻ്റെ ഹോട്ടൽ റൂമിലേക്ക് കയറി ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ അവിടെ ആരിരിപ്പുണ്ട്? മാക്സ് എന്ന് പറയുന്ന ആൾ പിസ്റ്റൾ പിടിച്ചിരിപ്പുണ്ട്. ദിസ് മാൻ വാസ് മാക്സ്, അനദർ സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഇയാളാണ് ഇതിലെ കഥാപാത്രമായ മാക്സ്, മറ്റൊരു സീക്രട്ട് ഏജൻ്റാണ്. ഓസബിൾ വാസ് സർപ്രൈസ് ടു സീ മാക്സ് ഇൻ ഫ്രാൻസ്. ആസ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ ഹി ഹാഡ്, മാക്സ് വാസ് സപ്പോസ് ടു ബി ഇൻ ബെർലിൻ. അപ്പോൾ ഇതിനകത്ത് ഓസബിൾ എന്ന് പറയുന്ന ആൾ മാക്സിനെ കണ്ട് സർപ്രൈസായി. ബിക്കോസ് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം ഫ്രാൻസിലാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് മാക്സ് വാസ് സപ്പോസ്ഡ് ടു ബി ഇൻ ബെർലിൻ. പക്ഷേ മാക്സ് ബെർലിനിലായിരുന്നു. മാക്സ് മിഷൻ എന്താണ്? ഇനി മാക്സിൻ്റെ മിഷൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മാക്സ് വാസ് തിൻ ബട്ട് നോട്ട് വെരി ടാൾ. മാക്സ് എന്ന് പറയുന്ന ആൾ തിന്നാണ്, നല്ല അത്യാവശ്യം വണ്ണമൊക്കെയുള്ള, ബട്ട് ഒത്തിരി പൊക്കമില്ല. ഹി അപ്പിയർഡ് ക്രാഫ്റ്റി ആൻഡ് കണ്ണിങ് ലൈക്ക് എ ഫോക്സ്. അപ്പോൾ ക്രാഫ്റ്റി എന്ന് വെച്ചാൽ എന്താ? ക്ലവർ കണ്ണിങ് ആയിട്ടുള്ള, ഫോക്സിനെ പോലെ ക്ലവറും കണ്ണിങ്ങും ആയിട്ടുള്ള ഒരാളാണ് ആര്? മാക്സ്. ഹൈലി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അബൌട്ട് സം ന്യൂ മിസൈൽസ് ദാറ്റ് ഓസബിൾ വുഡ് ഗെറ്റ് ദാറ്റ് നൈറ്റ്. അപ്പം ആ ന്യൂ മിസൈലിനെ പറ്റി ഓസബിളിന് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം തട്ടിയെടുക്കാൻ, വളരെ ചുളിവിൽ ഇദ്ദേഹത്തെ കൊന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാനാണ് ആര് വന്നത്? മാക്സ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ വില്ലനായ സീക്രട്ട് ഏജൻറ്റ് വന്നത്. അപ്പോൾ ഇനിയിപ്പം ഓസബിൾ ബാൽക്കണി വെച്ച് എന്തൊക്കെയാണ് ഇവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അവരുടെ ഒരു കോൺവെർസേഷൻ, ബാൽക്കണിയിൽ വെച്ചൊരു കോൺവെർസേഷനാണ് അടുത്തത്. ഓസബിൾ സാറ്റ് ഓൺ ദ ആം ചെയർ ആൻഡ് കംപ്ലൈൻഡ് അബൌട്ട് ദ ബാൽക്കണി ദാറ്റ് ഹീ ഈസ് അറ്റാച്ച്ഡ് ടു ഹിസ് റൂം. അപ്പം ഓസബിൾ എന്ത് ചെയ്ത്, ഈ തോക്ക് ചൂണ്ടുന്ന സീനൊക്കെ കഴിഞ്ഞു, ഒരു ആം ചെയറിൽ അവിടെ ഇരിക്കുകയാണ് ഓസബിൾ. എന്നിട്ട് ഈ ബാൽക്കണിയെ പറ്റി കംപ്ലൈൻറ്റ് പറയുകയാണ്. ഹീ ടെൽ ഫ്ലോർ ദാറ്റ് this was a second time that someone used the balcony to secret enter this room. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇതെൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബാൽക്കണി വഴി എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നത്. മാക്സ് ഹിയർ ക്ലാരിഫൈ ദാറ്റ് ഹി ഡിഡ് നോട്ട് എൻ്റർ ദ റൂം ത്രൂ ദ ബാൽക്കണി ബട്ട് ഹാഡ് എൻ്റേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ് കീ. അപ്പം മാക്സ് ഓൾറെഡി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ബാൽക്കണി വഴി അല്ല വന്നത്, ഞാനൊരു പാസ് കീ, ഒരു ഫേക്ക് കീ ഉപയോഗിച്ചാണ് ഐ എൻ്റർ ഇൻ യുവർ റൂമെന്ന് പറഞ്ഞു. ഓസബിൾ എക്സ്പ്ലെയിൻ ടു ഫ്ലോർ ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി നോട്ട് ബി ബാൽക്കണി ബട്ട് ദ ബാൽക്കണി ഓഫ് ദ നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ഇത് ബാൽക്കണി അല്ല, ഇത് അടുത്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂമാണ്. അടുത്ത അപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള എന്താണ്
ഇതിൻ്റെ താഴേക്ക് ഒരു അടുത്ത അപ്പാർട്ട്മെൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ഫർദർ ടെൽ ഹിം ദാറ്റ് ഹിസ് റൂം ആൻഡ് ദ നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റ് വെയർ ഇയർലിയർ എ ലാർജർ യൂണിറ്റ്. അപ്പം അദ്ദേഹം പറയുമായിരുന്നു ഹി ഫർദർ ടെൽ ഹിം ദാറ്റ് ഹിസ് റൂം ആൻഡ് നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ റൂമും ബാൽക്കണിയും നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റും എന്താ ഒരു ലാർജർ യൂണിറ്റ് ആയിട്ട് ഒന്നാണ്. നൗ ദ യൂണിറ്റ് ഹാസ് ബീൻ ഡിവൈഡ്. ഇപ്പോൾ യൂണിറ്റ് ഡിവൈഡ് ചെയ്തു, ബട്ട് ദ ബാൽക്കണി സ്റ്റിൽ എക്സിസ്റ്റ്. യൂണിറ്റ് ഡിവൈഡ് ചെയ്തു, രണ്ടാക്കി, പക്ഷേ ബാൽക്കണി ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ ബാൽക്കണിയിൽ നിന്ന് ചാടിയാൽ നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ മാനേജ്മെൻറ്റ് ഹാഡ് ഗോൺ നത്തിങ് ടു ബ്ലോക്ക് ദ ബാൽക്കണി. ഈ ബാൽക്കണിയെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. അത് കാരണം മാക്സ് ഈ ബാൽക്കണി വഴിയാണ് എൻ്റെ റൂമിലേക്ക് കയറിയതെന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുകയാണ്. ആര്? ഓസബിൾ എന്ന് പറയുന്ന വളരെ ബുദ്ധിമാനായ സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഇനിയും വെയിറ്റിംഗ് ഫോർ ദ റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഇവിടെ കിടപ്പുണ്ട്. എങ്ങനെയാണ് ആ ഒരു റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ട്. മാക്സ് നൗ ബിഗാൻ ടു ടോക്ക് അബൌട്ട് ദ അറൈവൽ ഓഫ് ദ റിപ്പോർട്ട്. ഹി ടോൾഡ് ഓസബിൾ ദാറ്റ് ദ റിപ്പോർട്ട് വുഡ് അറൈവ് ഇൻ ഹാഫ് ആൻ അവർ. അപ്പോൾ എനിക്ക് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇത് എന്ത് കിട്ടും, ഈ റിപ്പോർട്ടുകൾ കിട്ടും. ഈ മിസൈലിനെ പറ്റിയുള്ള അത് തട്ടിയെടുത്തുകൊണ്ട് പോകാനാണ് ഈ മാക്സ് നിൽക്കുന്നത്. ഓസബിൾ കറക്റ്റ് ഹിം ദാറ്റ്. അപ്പം ഓസബിൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു, കറക്റ്റ് ഹിം ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹി വാസ് സപ്പോസ് ടു ഗെറ്റ് ദ റിപ്പോർട്ട് at 12:30 am. Osable wanted to know how Max come to know about the report, but Max asked Osable how his people had got the റിപ്പോർട്ട്. അപ്പം ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാക്സ്. അപ്പോൾ ഈ മാക്സ് ആ റിപ്പോർട്ട് വന്ന ഉടനെ ഇത് തട്ടിയെടുത്തുകൊണ്ട് പോകാനാണ്. മാക്സ് അറ്റംപ്റ്റ് ടു എസ്കേപ്പ്. സഡൻലി ദർ വാസ് എ ഷോക്കിംഗ് അറ്റ് ദ ഡോർ. ഓസബിൾ ഇൻഫോം മാക്സ് ദാറ്റ് ഇറ്റ് വാസ് ദ പോലീസ് ഹൂം ഹി ഹാഡ് കാൾഡ് ഫോർ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. അപ്പം മാക്സ് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ് അടുത്തതായി ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? സഡൻലി ദർ വാസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ഡോറിൽ ഒരു നോക്ക് ശബ്ദം കേട്ടു. ഓസബിൾ ഇൻഫോം മാക്സ് ദാറ്റ് ഈസ് വാസ് പോലീസ് ഹൂം ഹി ഹാഡ് കാൾഡ് ഫോർ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. അപ്പം മാക്സിനോട് ഓസബിൾ പറയുകയാണ് ഇത് പോലീസാണ്, ഇത് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പോലീസാണ്. ദിസ് ഇൻഫർമേഷൻ മേക്ക് മാക്സ് നെർവസ്. ഈ ഇൻഫർമേഷൻ ഇത് കേട്ട് മാക്സ് എന്തായി? നെർവസായി. ആസ് ദ നോക്കിംഗ് വാസ് റിപ്പീറ്റഡ് ലൗഡ്ലി. അപ്പം ആദ്യമേ ചെന്ന് തുറക്കാത്തതുകൊണ്ട് അവരുടെ ലൗഡായിട്ടുള്ള നോക്കിങ്, കതകിൽ മുട്ടൽ കേട്ടു. മാക്സ് ആംഗ്രിലി ത്രിറ്റൻഡ് ഓസബിൾ ടു ആസ്ക് ദ പോലീസ് ടു ഗോ എവേ. അപ്പം എന്തു പറയണം മാക്സ്? നീ ഇവിടുന്ന് വേഗം പോലീസുകാരോട് പോകാൻ പറഞ്ഞോളൂ, അതർവൈസ് ഹി വുഡ് ഷൂട്ട് ഹിം. ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും. However, Osable told Max that the door was unlocked and police would shoot him. അപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഡോറ് അൺലോക്കാണ്, ലോക്കല്ല, പോലീസ് ഷൂട്ട് ചെയ്യും. ദ നോക്കിംഗ് അറ്റ് ദ ഡോർ ബിക്കം ലൗഡർ ആൻഡ് സമ്മൺ ഷൗട്ടഡ് ഓസബിൾസ് നെയിം. അപ്പോൾ എന്താണ് കേട്ടത്? കുറേ പേര് ഷൗട്ട് ചെയ്യുന്നത് കേട്ടു ഓസബിളിനെ. ഓസബിൾ എന്നുള്ള വേർഡ് ഉറക്കെ വിളിച്ചുകൊണ്ട് ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. മാക്സ് ഡിസൈഡഡ് ടു വെയിറ്റ് ഇൻ ദ ബാൽക്കണി അൻറ്റിൽ ദ പോലീസ് വെൻ്റ് അവേ. മാക്സ് എന്ത് ചെയ്തു? പുറത്തേക്ക് പോകുന്നത് വരെ, പോലീസ് ദൂരെ പോകുന്നത് വരെ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്തു. ഹി ക്ലൈംബ്ഡ് ദ വിൻഡോ. പോലീസ് വെൻ്റ് അവേ. മാക്സ് ഡിസൈഡഡ് ടു വെയിറ്റ് ദ ബാൽക്കണി അണ്ടിൽ ദ പോലീസ് വെൻ്റ് അവേ. പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഹി ക്ലൈംബ്ഡ് ദ വിൻഡോ സ്റ്റിൽ ദ ജംപ്ഡ് ഔട്ട് ഓഫ് ദ സൂൺ ആസ് ദ ഡോർ വാസ് ഓപ്പൺഡ്. ഇപ്പോൾ എന്ത് ചെയ്തു? ഇയാൾ തുറന്ന് ബാൽക്കണിയിലേക്ക് എടുത്ത് ഒറ്റ ചാട്ടം, ഞാൻ ആ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് ബാൽക്കണിയിലേക്ക് ചാടി. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു നല്ല അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റാണ്. അപ്പം എന്താണ് ഇവിടുത്തെ ട്വിസ്റ്റ്? ദ ഡോർ ഓഫ് ദ റൂം വാസ് ഓപ്പൺഡ് ആൻഡ് വെയിറ്റർ കം ഇൻ വിത്ത് ദ ഡ്രിങ്ക്സ്. അപ്പം ഡോറിൽ ആരാണ് നോക്ക് ചെയ്തത്? വെയിറ്ററാണ് നോക്ക് ചെയ്തത്. എന്ത് കൊണ്ടുവന്ന്? വെള്ളം, ഡ്രിങ്ക്സ്. ഫ്ലോവർ വാസ് ഷോക്ക്ഡ്. നൗ ഹി വാസ് വാണ്ടഡ് ടു നോ വെയർ ദ പോലീസ് ആൻഡ് ഹൗ മാക്സ് കുഡ് ഗെറ്റ് അറസ്റ്റഡ്. ഇവിടെ പോലീസും ഇല്ല, ഒന്നുമില്ല, പിന്നെ എങ്ങനെ മാക്സിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലീസ് വന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓസബിൾ ഇൻഫോംഡ് ഹിം ദാറ്റ് ദർ വാസ് നോ പോലീസ് ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ വെയിറ്റർ ഹെൻറി വിത്ത് ദ ഡ്രിങ്ക്സ് ഹി ഹാഡ് ഓർഡേഡ്. ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്കും കൊണ്ടുവന്ന വെയിറ്റർ ഹെൻറിയാണ് ഇത്. Fowler was still worried that Max would return with a pistol, but
അപ്പം ഫൗളർ എന്ത് ചെയ്തു, ഭയങ്കര ടെൻഷനിലായി. മാക്സ് വീണ്ടും പിസ്റ്റൾ കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? ബട്ട് ഓസബിൾ റീഅഷ്വേർഡ് ഹിം ദാറ്റ് മാക്സ് വുഡിൻ്റ് റിട്ടേൺ ബിക്കോസ് അവനൊരിക്കലും തിരിച്ചു വരില്ല. ബിക്കോസ് ദർ വാസ് നോ ബാൽക്കണി, അവിടെ ഒരു ബാൽക്കണി ഇല്ല. ആൻഡ് മാക്സ് ഹാഡ് ജംപ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത് ആസ് ദ റൂം വാസ് ഓൺ ദ 6th floor. അപ്പം ആ ജനൽ തുറന്ന് പുറത്തേക്ക് ചാടുന്നത് ബാൽക്കണിയാണെന്നാണ് ആര് വിചാരിച്ചത്? മാക്സ് വിചാരിച്ചത്. ബട്ട് അദ്ദേഹം പറയുന്നു അവിടെ യാതൊരു ബാൽക്കണി ഇല്ല, ഒന്നുമില്ല. അവൻ ജമ്പ് ചെയ്തത് ഡെത്ത്, മരണത്തിലേക്കാണ്. എവിടുന്ന്? റൂം വാസ് ഇൻ ദ 6th floor. 6th ഫ്ലോറിൻ്റെ റൂമിൽ നിന്ന് താഴേക്കാണ് അവൻ എടുത്ത് ചാടിയത് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. അപ്പം ദ മിഡ് നൈറ്റ് വിസിറ്റർ എന്ന് പറയുന്ന റോബർട്ട് ഓർദറിൻ്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി നിങ്ങൾക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് വായിച്ചിട്ട് ഈ കഥ കേൾക്കുമ്പം നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ. ബൈ.